ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. അത് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് കുറച്ച് ഔട്ടിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടാവും. സോ വെൽക്കം ബാക്ക്. Happy birthday to you. Happy birthday to you. Happy birthday to my Pondati. Enggak. സോ അതാണ് കാര്യം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് 12 മണിക്ക് എന്നെ പുറത്ത് കൊണ്ടുപോയി സർപ്രൈസ് ചെയ്തതാണ് ഈ വീഡിയോ. താങ്ക് യു സോ മച്ച് മൈ ലവ്, ആൻഡ് ഐ എം വെരി മച്ച് സർപ്രൈസ്ഡ് and I didn't have many words to express my feelings. Thank you so much, and I have no words at all. പിന്നെ രാത്രി ഭയങ്കര വൈകിയുണ്ടായിരുന്നു വീടെത്താൻ. 2 മണിയൊക്കെ ആയി. പിന്നെ അതിന് ശേഷം രാവിലെ എണീച്ച് ഒരു കോഫി വെച്ച് കുടിച്ചു. പിന്നെ ഞാനിന്ന് സ്പെഷ്യലായിട്ട് എനിക്കിഷ്ടമുള്ള മസാല ദോശ ഉണ്ടാക്കണേ. രാവിലത്തെ ഫുഡ് മാത്രം എനിക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് ഉച്ചയ്ക്കൊരു ഫങ്ഷനുണ്ട്, രാത്രി ഞങ്ങൾ പുറത്തും പോകും. സോ അതുകൊണ്ട് വേഗം എല്ലാം ചെയ്ത് വെച്ച് ക്ലീനാക്കി വെച്ചാൽ എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ മസാല ദോശ സിമ്പിളായിട്ട് ഉണ്ടാക്കുക, എല്ലാവർക്കും അറിയുന്ന രീതിയിൽ. സോ അതിൻ്റെ റെസിപ്പി ഇട്ടില്ല. ഇന്ന് ഞാൻ മസാല ദോശയ്ക്ക് കൂടെ ഉണ്ടാക്കുന്നത് ഒരു കട്ടി ചട്നി മാത്രമാണ്. അല്ലെങ്കിലൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കും. ഇന്ന് എത്ര മതി എന്ന് എനിക്ക് തോന്നി. അത് നല്ലതല്ല, കട്ടി ചട്നിയും മസാല ദോശയും. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പാലിൻ്റെ ആട എടുത്ത് വയ്ക്കലാണ്. അത് നെയ്യും ബട്ടറൊക്കെ ഞാൻ അതിലുണ്ടാക്കും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാവ് തീർന്നിട്ടുണ്ടായിരുന്നു, മാവ് പോയി വാങ്ങിയിട്ട് വന്ന് റീഫിൽ ചെയ്ത് വെച്ചു. എനിക്കില്ലേ എപ്പോഴും ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയാണ്. സോ അവർ രണ്ടുപേരും ഉറങ്ങി എണീച്ച ശേഷം ഞാൻ ദോശ ചുടാൻ നിന്നത്, മസാല ദോശ ചുടാൻ നിന്നത്. എല്ലാവരും കൂടി ഒപ്പം കഴിക്കാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു മസാല ദോശ. നല്ല മൊരിഞ്ഞ് ക്രിസ്പായിട്ടുള്ളൊരു മസാല ദോശ. എൻ്റെ മസാല ദോശ കാണാൻ മൊഞ്ചുണ്ടോ ഒന്ന് കമൻറ്റിൽ പറയണേ. നെയ്ഹാക്ക് സാധാ നെയ് റോസ്റ്റ്. അവൾ എരിവുള്ള സാധനമൊന്നും കഴിക്കില്ല. സോ നെയ് റോസ്റ്റ്. നെയ്ഹാക്ക് ഡെയിലി നെയ്യ് കൊടുക്കണോണ്ട് ഞാൻ നെയ്യ് പുറത്തൊന്നും വാങ്ങിക്കില്ല. അത് ഞാൻ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ, നെയ്യും ബട്ടറും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചനൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിൽ ചിലവരൊക്കെ പറയും, ചിലവരൊക്കെ വിചാരിക്കും ഇത്രയും വയസ്സായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണമെന്നോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊന്നും നമ്മൾ കടന്നു കയറാനോ അതിലൊന്നും അഭിപ്രായം പറയാനോ നമ്മൾ ആരുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫ്,
അവരവരുടെ ഇഷ്ടം പോലെ നടക്കും. അപ്പോൾ കുളിച്ച് വന്നിട്ട് ഫസ്റ്റ് നെയ്ഹാനെ ഒരുക്കൽ. ഒരു ഫങ്ഷൻ ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നെയ്ഹാന ഒരുക്കാണ്. നെയ്ഹാക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ കണ്ണാടിൻ്റെ മുമ്പത്തൊരു ഷോ കാണിക്കണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഷോ, പിന്നെ അത് കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും. എന്തായാലും അത് കുത്തൂലേ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് നേരത്തേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വെറുതെ ഒരു പ്രാവശ്യം മാത്രം ഇട്ടിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വയ്ക്കുക. പിന്നെ ആൾ വളരുകയും ചെയ്യും. പിന്നെ ആർക്കാ ഈ ഡ്രസ്സൊക്കെ. പിന്നെ നെയ്ഹാന ഒരുക്കാണ്, തലയൊക്കെ ചീവി ഒരുക്കാണ്. അതിനിടയിൽ അവൾക്ക് ചുറ്റിക്കണം പറഞ്ഞിട്ട് ചുറ്റിക്കണം ഉണ്ടായിക്കോട്ടോ. പിന്നെ തലയിൽ കെട്ടണതായാലും കാലിൽ കെട്ടതായാലും എന്തായാലും അവളുടെ ഇഷ്ടത്തിനേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കും, ഞാനും അവളും തമ്മിൽ. പിന്നെ നെയ്ഹാനൊക്കെ ഒരുക്കിയതിന് ശേഷം ഞാനൊന്ന് ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഫങ്ഷന് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, വെയിലത്ത് പോയിട്ട് വന്നിട്ട്. നല്ല വെയിലായിരുന്നു ഒന്ന്. സോ വെയിലത്ത് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒന്ന് ഉച്ചമയക്കാം. ബിരിയാണിയൊക്കെ കഴിച്ചല്ലേ, മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ. സോ ഒന്ന് ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈവനിങ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച ഫാമിലിയിൽ ഒരു ഫങ്ഷൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടത്തി. പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ അടിച്ചു. അതിനെക്കുറിച്ചാണ് ഇനി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് ചെയ്യുകയാണെങ്കിലും നെയ്ഹാൻ്റെ ഇഷ്ടത്തിന് ചെയ്യണമെന്ന്. അതിന് ചെയ്യാത്തതിന് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിടും നോക്കിക്കോ. ഞാൻ തലയിൽ 2 കൊമ്പിടണമെന്ന്, അവൾ ചൂസ് ചെയ്യണ റിബൺ തന്നെ ഇടണം, അതും 1 കൊമ്പൻ ഇടണം. സോ അതിന് വേണ്ടിയിട്ടുള്ള വഴക്കാണ് ഇവിടെ. ആദ്യം ഞാൻ 2 കൊമ്പിട്ടു, എന്നിട്ട് അതിനെ അവൾ അയച്ചു വിട്ടു, എന്നിട്ട് 1 കൊമ്പിട്ടു. അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം ഇപ്പം കാണിക്കുന്നു നോക്കിക്കോ. പിന്നെ ഞാൻ ഒരുങ്ങി തട്ടൊക്കെ ചുറ്റിക്കെട്ടിയിട്ട് നമ്മൾ പുറത്ത് പോയി ഷോപ്പിങ്ങിനും ഫുഡടിക്കാനും. ഞാൻ ഫങ്ഷനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിനുള്ള മാച്ചിങ് ഷോള് വേണ്ടിയിട്ട് ഈ കടയിൽ കയറി ഒരു ബാഗൊക്കെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ അടുത്ത് ഇന്നോവേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാൻ പോയി, ആക്സസറീസൊക്കെ വാങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾ എത്തിയതാണ് ഈ സ്ഥലത്തേക്ക്, അതായത് ബർഗർ കഴിക്കാൻ. ഇവിടുത്തെ ആംബിയൻസ്, ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണേ. ഇവിടുത്തെ ആംബിയൻസ് പക്കായിരുന്നു, ഒരു ക്ലാസി ലുക്ക്. സോ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഷോഫൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ്, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് എത്തിയത്. സോ ആദ്യം വന്നത് നെയ്ഹാൻ്റെ ഫുഡാണ്.
സോ അതാദ്യം വന്നില്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് കത്തി നിലവിളെ കൊട്ടും. അത് ഞങ്ങൾ വെയിറ്ററോട് പറഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് നെയ്ഹാൻ്റെ ഫുഡ് തന്നെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞങ്ങളുടെ ബർഗർ വന്നു. ഞാൻ ഒരു സിംഗർ പ്രോ ബർഗർ സ്പൈസി പറഞ്ഞു, ഇക്ക വേറെന്തോ പറഞ്ഞു, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സോ അതിരുന്ന് ആസ്വദിച്ച് കഴിക്കലാണ്. ഭയങ്കര ജ്യൂസി ബർഗറാണ്. ബണ്ണൊക്കെ ഭയങ്കര ഫ്ലഫി ആയിരുന്നു. വീറ്റിൻ്റെ ബണ്ണ അതുപോലും അറിയാണ്ട് ഭയങ്കര ഫ്ലഫി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ബർഗറായിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് ഒരു മിററിൽ പോയിട്ട് കൈയൊക്കെ കഴുകാൻ പോയപ്പോൾ മിററിലൊക്കെ പോയിട്ട് ഒരു ഷോഫൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബില്ല് കണ്ടാ? അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം സമയമുണ്ടായിരുന്നു. പിന്നെ ആർഎസ്പുരത്തിൽ ഇവിടുത്തെ ഈ ഇതിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് തരാണിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വണ്ടിയിലൊരു കറക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.